കൃഷ്ണ. ഭക്തകോടികളുടെ ഹൃദയേശ്വരനായ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും മനോഹരമായ ഒരു പൂജാ സമയമാണ് ഉച്ചപൂജ എന്ന് പറയുന്നത്. കളഭച്ചാർത്തിലൂടെ ഭഗവാൻ അമ്പാടിയിലെ പൊന്നുണ്ണിയായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ധന്യനിമിഷമാണത്. ഇന്നത്തെ ദിവ്യമായ അലങ്കാരത്തിൽ ഭഗവാൻ അമ്പാടിയിൽ കളിച്ചു വളരുന്ന ഒരു കൊച്ചു പൊന്നുണ്ണി നിൽക്കുന്നത് പോലെയാണ് നിൽക്കുന്നത്. ഭഗവാനെ ഐശ്വര്യത്തിൻ്റെയോ പ്രപഞ്ചനാഥൻ്റെയോ ഭാവത്തിലല്ല, മറിച്ച് സ്വന്തം വീട്ടിലെ ഒരു കുഞ്ഞായി വാത്സല്യത്തോടെ ഭക്തൻ ദർശിക്കുന്ന വാത്സല്യഭാവമാണ് ഇന്നത്തെ അലങ്കാരത്തിലുള്ളത്. ആ പൊന്നുണ്ണി കണ്ണൻ്റെ 2 കുഞ്ഞു പാദങ്ങളിലും തിളങ്ങുന്ന പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. ഒപ്പം ഭംഗിയുള്ള പട്ടുകോണകം ധരിപ്പിച്ചിട്ടുണ്ട്. തൃപ്പാദങ്ങളോട് പറ്റിക്കിടക്കുന്ന ആ പൊന്തളകൾ കാണാനും നല്ല ഭംഗിയുണ്ട്. ആ കുഞ്ഞിക്കാലുകൾ കാണാൻ ഭഗവാന്റെ പാദങ്ങൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ അഭയകേന്ദ്രമാണ്. ആ തൃപ്പാദങ്ങളിൽ സ്പർശിക്കുന്ന പൊന്തളകൾ പോലെ ഭക്തൻ തൻ്റെ അഹംഭാവമെല്ലാം വെടിഞ്ഞ് ഭഗവത് പാദങ്ങളിൽ ഒരു പരമാണു മാത്രമായിട്ട് പറ്റിച്ചേർന്ന് കിടക്കണം എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. ഉണ്ണിയുടെ കഴുത്തിനു ചുറ്റും വളയം പോലുള്ളൊരു മാലയും അതിന് താഴെയായിട്ട് 5 ഗോപി തിലകങ്ങൾ കോർത്ത് മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകളും തോൾവളകളും അണിഞ്ഞിട്ടുണ്ട്. വലത് കയ്യിൽ പൊന്നോടക്കുഴൽ പിടിച്ചിട്ടുണ്ട്. ഇടത് കയ്യിൽ ഇടുപ്പിലിങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അതീവ സുന്ദരനായിട്ടാണ് ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്. ഒരു കയ്യിൽ പൊന്നോടക്കുഴലും മറ്റേ കയ്യ് അരയിലിങ്ങനെ കുത്തി നിൽക്കുന്ന ഒരു പൊന്നുണ്ണി കണ്ണൻ്റെ ഭാവമാണ് ഇന്നത്തെ അലങ്കാരം എന്ന് പറയുന്നത്. നെറ്റിയിൽ സ്വർണ്ണഗോപിയുണ്ട്. തിരുമുടിയിൽ 2 തിരുമുടിമാലകളാണുള്ളത്. തെച്ചിയും തുളസിയും പിന്നെ വെളുത്ത പൂക്കളും കൂടി ഇടകലർന്ന് ചാർത്തിയിട്ടുള്ളതാണത്. ശ്രീലകത്തിന് മുകളിലായിട്ട് വിധാനായിട്ട് താമരയും തുളസിയും തെച്ചിപ്പൂക്കളും കൊണ്ടുള്ള 5-6 ഉണ്ടമാലകളാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ഓരോ പൂവും ഭക്തൻ്റെ ഹൃദയത്തിൻ്റെ സദ്ഗുണങ്ങളാണ് എന്ന് പറയാം. തുളസി ഭക്തിയെയും, തെച്ചി കർമ്മശുദ്ധിയെയും, താമര ജ്ഞാനത്തെയുമാണ് കാണിക്കുന്നത്. ഈ പുഷ്പമാലകൾ ഭഗവാന് ചാർത്തുമ്പോൾ ഭക്തൻ തൻ്റെ സകല പുണ്യങ്ങളും ഈശ്വരങ്കൽ അർപ്പിക്കുകയാണ് എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത്. ഭഗവാന്റെ ഇടത് ഭാഗത്തായിട്ട് ഒരു വലിയ പൊൻകലത്തിൽ നിറയെ വെണ്ണ വെച്ചിട്ടുണ്ട്. അതും നമുക്ക് അലങ്കാരത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓടക്കുഴൽ അരയിൽ തിരികെ അമ്പാടിയുടെ പൂമുറ്റത്ത് എല്ലാവരുടെയും കൂടെ, അതിപ്പോൾ ഗോപികമാരാവാം, ഗോപന്മാരാവാം, പക്ഷി മൃഗാദികളാവാം, എല്ലാവരുടെയും കൂടെ വെണ്ണ കഴിക്കാൻ വിളിക്കുന്ന ഒരു ഭാവത്തിലാണ് പൊന്നുണ്ണി നിൽക്കുന്നത്. വെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തൻ്റെ നിർമ്മലമായ ഹൃദയമാണ് സൂചിപ്പിക്കുന്നത്. കാമക്രോധങ്ങളാകുന്ന മോര് കടഞ്ഞ് ഭക്തിയാകുന്ന പാൽപാത്രത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നതാണ് ശുദ്ധായ വെണ്ണ. ഈ ഹൃദയമാകുന്ന വെണ്ണ ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നാണ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ കാരുണ്യം നൽകുന്ന ഭഗവാന്റെ പ്രപഞ്ച സ്നേഹമാണ് ഈ അലങ്കാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഭഗവാന്റെ ആ കുഞ്ഞു പാദങ്ങളിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നാരായണ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.